നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് യൂട്യൂബ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. നമ്മളെല്ലാവരും യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നവരും ദിവസവും യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുമാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും യൂട്യൂബിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന യൂട്യൂബിനകത്തുള്ള 2 കിടിലൻ ടിപ്സുകളാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ, വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് അയച്ചു കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ചെയ്യും. ശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പിലേക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ഈ കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ നമ്മളൊരു ആ ഒരു വീഡിയോ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുമ്പോൾ ആ വീഡിയോയുടെ മധ്യഭാഗത്താണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള കുറഞ്ഞ ഭാഗങ്ങളാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ, അപ്പോൾ അത് മാത്രമായിട്ട് എങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പാട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു സോങ്സിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു സോങ് മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ, ആ സോങ് പൂർണ്ണമായിട്ട് അയച്ചു കൊടുക്കാതെ നമുക്ക് ആ സോങ്സിൻ്റെ മധ്യഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സോങ്സ് ആണ് അയച്ചു കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് വീഡിയോ ആണ് ആ വീഡിയോ ഇതുപോലെ നമ്മൾ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിത് കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്തെടുത്തു. കോപ്പി ചെയ്ത ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നതെങ്കിൽ, വാട്സപ്പ് എന്നല്ല നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു കോപ്പി ചെയ്തെടുത്ത യൂട്യൂബിലെ വീഡിയോ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു സോങ്സിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുത്ത് ഇവിടെ യൂട്യൂബിൽ നമ്മളിവിടെ വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്പേസോ കാര്യങ്ങളൊന്നും ഇടാതെ നേരെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ആ ഒരു ലിങ്കിന് തൊട്ടടുത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, നമ്മുടെ എല്ലാവരുടെ കീബോർഡിലുണ്ടാവും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ കീബോർഡിൽ തന്നെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ കീബോർഡിൽ തന്നെയുള്ള ഈ സമം നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ഒരു സമം എന്നുള്ള ആ ഒരു ഈക്വൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എത്ര മിനിറ്റ് മുതലാണ് ആ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തി കാണേണ്ടതെങ്കിൽ, ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അയാൾക്ക് ഒരു 2 മിനിറ്റ് മുതലുള്ള ഭാഗം കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് അത് അങ്ങനെ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഫൈൽ, നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം എത്ര മിനിറ്റ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു വെക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ആ ഒരു വീഡിയോ 2 മിനിറ്റും 30 സെക്കൻഡ് മുതലുള്ള ഭാഗം കണ്ടാൽ മതി എന്നാണ് ഞാൻ അയാൾക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം 2 മിനിറ്റത്തിൽ നമ്മൾ 02 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 1 മിനിറ്റ് ആണെങ്കിൽ 01 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മിനിറ്റ് എന്നുള്ളതിൽ എം ഇട്ട് കൊടുക്കാം. എം എന്ന് ടൈപ്പ് ചെയ്ത ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് 30 സെക്കൻഡ്, ഞാനിപ്പോൾ 2 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ അങ്ങോട്ടുള്ള വീഡിയോ ആണ് അയാൾക്ക് കാണേണ്ടതെങ്കിൽ ഞാനിപ്പോൾ 2 മിനിറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം 30 സെക്കൻഡ് എന്നുള്ളത് ഞാൻ 30 എസ് എന്നിട്ടു. 30 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എസ് എന്നിട്ടു. അതായത് നിങ്ങൾ ഒരു 5 സെക്കൻഡ് ആണെങ്കിൽ 05 ആണ് ഇടേണ്ടത്. ശേഷം നമ്മൾ എത്രയാണോ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ 2 മിനിറ്റും 30 സെക്കൻഡുമാണ് അയച്ചു കൊടുക്കാൻ അയാൾക്ക് കേൾക്കേണ്ടതെങ്കിൽ ഇത്രയും സെറ്റ് ചെയ്തതിനു ശേഷം നമ്മളത് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതൊരു ലിങ്കായിട്ട് അയച്ചു കൊടുക്കാൻ സാധിച്ചു. ഇനി അത് കിട്ടുന്ന ആൾ ഇതുപോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ വീഡിയോയുടെ 2 മിനിറ്റും 30 സെക്കൻഡ് മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് ഒറ്റയടിക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കാണാൻ സാധിക്കും ആ പാട്ട് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു സോങ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ 2:30 കാണാൻ സാധിക്കും. 2 മിനിറ്റ് 30 സെക്കൻഡ് മുതലാണ് ഈ ഒരു സോങ്സിന് കിട്ടുന്ന ആൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്ലേ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ ടിപ്സാണ് നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കും. ഇപ്പോൾ ഞാൻ കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുക്കുകയാണ്. ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോക്കകത്തുള്ള ക്വാളിറ്റി ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ നമ്മൾ ക്വാളിറ്റി വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ചില വീഡിയോകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ കാണണമെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് സാധിക്കും നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീഡിയോ ഇതുപോലെ എടുത്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ
ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ഓട്ടോ എന്നുള്ള ഒരു സെക്ഷനിലാണ് ഇപ്പൊ കിടക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി നമുക്കിപ്പോൾ ഈ ഓട്ടോയിലാണ് കാണുന്നത്. പക്ഷേ നമുക്കിത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഭാഗത്ത് അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1080 ഉള്ള ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് അത്തരം ക്വാളിറ്റിയിൽ തന്നെ നല്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ യൂട്യൂബിൽ മൊബൈൽ ഡാറ്റ കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏറ്റവും ചെറിയ ക്വാളിറ്റി തന്നെ വീഡിയോ കാണുന്നതാണ് ഏറ്റവും ഉചിതം. ചില വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് യൂട്യൂബിനകത്ത് നമ്മൾ പരിശോധിച്ച 2 ടിപ്സുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.